ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ നിന്ന് നിർത്തിയോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്നാലല്ലേ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഫെബ്രുവരി 15 ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പാലക്കാടിൻ്റെ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലുള്ള 90% ആൾക്കാരും ഡാൻസേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ ബസ് എത്രത്തോളം വൈബിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളത്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡാൻസ് ചെയ്ത ടീമില്ലേ, അവരുടെ കൂടെയാണ് കേട്ടോ ഞാൻ ഇന്ന് ട്രിപ്പിന്. സമയം ഇപ്പോൾ 1:18 ഇൻ ദ മോർണിംഗ്. ഇത്രയും ടൈം ആയിട്ടുണ്ടെങ്കിലും എവറിബഡി ഈസ് സ്റ്റിൽ ഓൺ പവർ. ഞാൻ ഡാൻസ് ചെയ്യാൻ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യും, എന്നിട്ട് റെസ്റ്റ് എടുക്കും, കിടന്നുറങ്ങും, വീണ്ടും ഡാൻസ് ചെയ്യും, റെസ്റ്റ് എടുക്കും, കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായിട്ട് കിടന്നുറങ്ങി. നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 5 hours എടുത്തിട്ടാണ് പാലക്കാട് എത്തിയത്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 12:30 കൂടി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുറുപ്പുംപടിയിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഓൺ പാലക്കാട് ഓൾമോസ്റ്റ് ഒരു 5:45-6. ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ബസ്സിൽ വെച്ചിട്ടുള്ള ഒരു സോങ് പോലും ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മളത് ആഡ് ചെയ്യുവാണെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. സോ അത് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു സോങ് പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നല്ല വൈബ് സോങ്സ് ഇട്ടിട്ടാണ് നമ്മൾ കൊല്ലങ്കോട് വരെ പോയിട്ടുണ്ടായിരുന്നത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ് ഗൈസ്. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് കൊല്ലങ്കോട്. ബട്ട് അതിന് മുന്നേ വ്യൂ ഉള്ളൊരു പ്ലേസ് കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോർണിംഗ് ആണ്, സൺലൈറ്റ് തീരെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല തണുപ്പുണ്ട് രാവിലെ. ഞാൻ ഭാഗ്യത്തിനൊരു ജാക്കറ്റ് എടുത്തതാണ്, അതുകൊണ്ട് അധികം തണുപ്പ് കൊണ്ടില്ല. ഈ ഇരുട്ടത്തെ എന്ത് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണേ എന്ന് പലർക്കും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ സ്ട്രെയിറ്റ് ഒരു 5-6 മണിക്കൂർ ബസ്സിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഡേ ബ്രേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മളതൊന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ലൈറ്റ് വന്നതിന് ശേഷമുള്ള കൊല്ലങ്കോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് കൂടിയായിരുന്നു കേട്ടോ ഇത് മോർണിംഗ് ഒരു 6:30 AM വ്യൂ ആണ് കേട്ടോ കൊല്ലങ്കോട് നിന്ന്. ഇത് ആക്ച്വലി കൊല്ലങ്കോടല്ല, കൊല്ലങ്കോടിന് മുമ്പ് ഉള്ള ഒരു പ്ലേസ് കൂടെയാണ്. നമ്മളെല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഒന്ന് നിന്നത് കുറച്ച് നേരം. പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് വൈബ് ചെയ്തുകൊണ്ട് പിള്ളേരൊക്കെ ജസ്റ്റ് ഒന്ന് ഡാൻസൊക്കെ കളിച്ചോട്ടാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് പറയുന്നതാണ് കേട്ടോ കണ്ടത്. സോ അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊല്ലങ്കോട്ടേക്ക് നമ്മുടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഫ്യൂ കിലോമീറ്റേഴ്സാണ് ഇവിടുന്ന് ഡിസ്റ്റൻസ് ഉള്ളൂ. സോ അപ്പോൾ നമ്മളെല്ലാവരും കൊല്ലങ്കോടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ഒരിടം കൂടിയാണ് കൊല്ലങ്കോട്. ഒരു വീക്കെൻഡ് ഗെറ്റവേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ, ഒരു പീസ്ഫുള്ളായ പ്ലേസിലേക്ക് പോകാനാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ കൊല്ലങ്കോട് വിൽ ബി എ ബെസ്റ്റ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെൽവയലുകളാണ്. പിന്നെ കുറേ പനമരങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ മാവിൻ തോട്ടങ്ങളും ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പഴയ ഒരു കേരളത്തെയാണ്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കൊല്ലങ്കോട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ ഇപ്പോൾ സമ്മർ സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് കൊല്ലങ്കോട് ബെസ്റ്റ് പ്ലേസ് ആവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു ടൈമിൽ. കാരണം നമുക്ക് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് കൊല്ലങ്കോട് എന്ന് പറയുന്നത് ഫ്രം ഒക്ടോബർ ടു ഫെബ്രുവരി ആണ്. കാരണം ഫെബ്രുവരിക്ക് ശേഷം എല്ലാവർക്കും അറിയാം സമ്മർ സീസണാണ്, നല്ല ചൂടായിരിക്കും എന്നുള്ള കാര്യം. നമ്മൾ ഫെബ്രുവരി ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ പോയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വന്നു. സൺറൈസിൻ്റെ സമയത്ത് കൊല്ലങ്കോട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയത്ത് നല്ല ഭംഗിയാണെന്നുള്ളത് ഞാൻ കുറേ റീൽസിൽ കണ്ടിരുന്നു. ഇപ്പോൾ ശരിക്കും സൺറൈസ് ആയിട്ടില്ല. കണ്ട ആ ഓറഞ്ച് ഡോട്ടാണ് സൺ കേട്ടോ. അപ്പോൾ സൺറൈസ് ശരിക്കും വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വൽ കൊല്ലങ്കോട്. കൊല്ലങ്കോടിൻ്റെ എല്ലാ പ്ലേസസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പാടം, കുറേ പനമരങ്ങൾ, പിന്നെ ദാ ഈ ഒരു ഫ്ലവറുള്ള ഒരു മരമാണ്. ആക്ച്വലി ഇതിങ്ങനെ ചെടി പോലെ വളർന്നു വന്നിട്ട് നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത് ഇപ്പുറം കാണുന്ന ഈ മരങ്ങളെല്ലാം ഇതിൻ്റെ തന്നെ ചെടി വളർന്നു വന്ന വലിയ മരമായതാണ്. ആഹാ, എന്തൊരു വ്യൂ!
എനിക്കങ്ങ് ഇഷ്ടമായി ഈ ഫ്രെയിം. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ കൊല്ലങ്കോടാണ് നിൽക്കണേ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. കുറേ പാടം, അതുപോലെ തന്നെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, കുറേ തന്നെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അത് എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും മാക്സിമം നേരത്തെ ആക്കാം. കാരണം നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു ഒറ്റ ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കണേ. എന്നാലും നമ്മൾ അതുകൊണ്ട് തന്നെ മാക്സിമം കുറേ ഏരിയാസൊക്കെ കവർ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. ഇപ്പോൾ എൻ്റെ തമ്പനയിലും എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വെയിലുണ്ട് എങ്കിലും നല്ല പാടം ഏരിയയുള്ള നല്ല ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഫ്രീ ഉള്ളപ്പോൾ ആണെങ്കിലൊന്ന് വരാം, ഇതൊക്കെ ഒന്ന് കാണുക. അങ്ങനെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസ് എടുത്തതിന് ശേഷം ഒരു വിളി വന്നു ഗൈസ്. വിശപ്പിൻ്റെ വിളി. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിശന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു നെയ്റോസ്റ്റും സാമ്പാറും ചട്നിയായിരുന്നു. ഫുഡ് വാസ് ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ. നമ്മൾ കാണുന്ന ഹോട്ടലിൻ്റെ ലുക്ക് വെച്ചിട്ട് എവിടെയും ജഡ്ജ് ചെയ്യരുതെന്ന് എനിക്ക് അന്നത്തോടെ മനസ്സിലായി. നല്ല കിടിലം ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പാട്ടിയൊക്കെ ഒരു തമിഴ് സ്റ്റൈലാണ്. നമുക്കറിയാം പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ ഒരു തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് തമിഴ് സ്റ്റൈലിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്, മലയാളീസും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോയത് ചിങ്ങഞ്ചിറയിലുള്ള കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രകൃതി ക്ഷേത്രം കൂടിയാണ് കേട്ടോ. പ്രകൃതി ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാന പ്രാധാന്യം പ്രകൃതിക്കാണ്. മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ക്ഷേത്രത്തെ പ്രകൃതിയോട് കൂടി ചേർത്ത് ആരാധിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. നമ്മളവിടെ ചെന്ന ദിവസം സരസ്വതി പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കറുപ്പുസ്വാമിയും സരസ്വതി ദേവിയും കൂടി ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ കറുപ്പുസ്വാമി തന്നെയാണ്. കറുപ്പുസ്വാമി ഒരു ഗ്രാമദേവതയായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് വലിയൊരു കുളമുണ്ട്. പിന്നെ ചുറ്റും മാവിൻ തോട്ടങ്ങളും ഇതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളും ഉണ്ട്. നമ്മൾ പോയപ്പോൾ അവിടുത്തെ വഴിപാടെല്ലാം കഴിഞ്ഞ് നടക്കുമായിരുന്നു. വഴിപാടിൻ്റെ പ്രസാദം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ പ്രസാദം. തേങ്ങയും അരിയും എല്ലാം ഇട്ടൊരു ചെറിയൊരു പ്രസാദം കൂടിയായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയി, ലൊക്കേഷൻ 3. ഈ ഒരു ലൊക്കേഷനിൽ പോകാൻ കുറച്ചും കൂടി പേഴ്സണലി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം പട്ടുപാവാട ഒരു ബ്ലൗസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. കാരണം വെട്ടം മൂവിയില്ലാത്ത ചെറിയ സീൻസൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദിലീപ് വന്നിറങ്ങുന്ന സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഇതിൻ്റെ നമ്മളവിടെ ചെന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ തരുമായിരുന്നു. കാരണം ക്യാമറ ഒന്നും ഇവിടെ അലൗഡ് അല്ല, ഫോൺ അലൗഡാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ച് നടക്കുമായിരുന്നു. രണ്ട് സാന്ദ്രന്മാർ, എല്ലാവരും ബ്ലാക്ക് കുടുംബം. Everybody is wearing black, guys. Yeah, everybody is wearing black. Ini black ആയിരുന്നു. അവനുണ്ടാവുമല്ലേ. പാലക്കാടുള്ള ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പാലക്കാട് ടു പൊള്ളാച്ചി ലൈനാണ് ഈ ഒരു സ്റ്റേഷനിൽ കണക്റ്റ് ആവുന്നത്. കൂടുതലും ലോക്കൽ ട്രെയിൻസാണ് ഇതുവഴി പോകുന്നതുള്ളൂ. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാവരും എടുത്തതിന് ശേഷം മാത്രമാണ്, ഓൾമോസ്റ്റ് ഒരു 20 rupees എത്രയോ ആവുന്നുള്ളൂ. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാവരും എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഫോട്ടോസ് വീഡിയോസ് തന്നെയാണ് എടുത്തത്. മൂവി സീൻസ് എല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ മൂവി സീൻസിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാലം കഴിയുന്തോറും മാറ്റങ്ങൾ അനിവാര്യമായതുകൊണ്ടായിരിക്കാം. പക്ഷേ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ബനിയൻ ട്രീ എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ചൂടാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നമ്മൾ നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എല്ലാവരും കൂടി സർബത്തൊക്കെ വാങ്ങിക്കുടിച്ചു. ഞാനും അമ്മും കൂടി ഒരു സർബത്തേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പേര് സോഡയൊക്കെ വാങ്ങിക്കുടിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും വെള്ളമെല്ലാം കുടിച്ച് ഒന്ന് ചില്ല് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയത്. അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയത്. നിങ്ങൾ പാലക്കാട് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാർഗിൽ നിന്നാണ് ഈ ഷോപ്പിൻ്റെ, കാർഗിൽ ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പോയത് ഒരു ഓൾമോസ്റ്റ് ഒരു 2:30 സമയപ്പോഴാണ്. ഫുഡ് കഴിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. നമ്മൾ ടൈം പോയത് അവിടെ തന്നെയാണ്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. വർത്ത് ദ വെയിറ്റ്. നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ ഫുഡൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. ഈ ഷോപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കള്ളും നല്ല അടിപൊളിയായിരുന്നു. മുന്തിരിക്കള്ളും ഇഞ്ചിക്കള്ളും ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെന്നിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അത് രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിഷസും ഓരോ പോർഷൻ വീതം നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പൊറോട്ട ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പിന്നെ കറികളായാലും ഞണ്ടുണ്ടായിരുന്നു, ഡക്ക് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ കൂന്തലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആൻഡ് ആ ഒരു ലൊക്കേഷൻ, ഷാപ്പിരിക്കുന്ന ലൊക്കേഷൻ തന്നെ അടിപൊളിയായിരുന്നു. കോമൺ ആയിട്ടുള്ള ഒരു ഷാപ്പ് പോലെ ആയിരുന്നില്ല ഇത്. എല്ലാം ഇങ്ങനെ ഓലമിടഞ്ഞ ഒരു ഷോപ്പായിരുന്നു. ഇതിൻ്റെ മതിലെല്ലാം ഈവൻ ഇങ്ങനെ എന്താ പറയുക, ഈ ഓലയുടെ മടൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു പാർക്ക് ചെയ്യാനും. അത് നെൽവയലുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ തെങ്ങൻ തോപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടി തന്നെ ഈ ഷാപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ എൻ്റെ ലൊക്കേഷൻ. പിന്നെ അതിന് ഷാപ്പിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. മലമ്പുഴ ഡാമിൻ്റെ ലൊക്കേഷൻ എത്തിയപ്പോഴേക്കും പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് ചില്ല് ചെയ്തു. നമ്മുടെ ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നമുക്ക് ഡാമിൽ കയറാനായിട്ട് സാധിച്ചില്ല. കാരണം നമ്മൾ എത്തിയത് വളരെ ലേറ്റായിപ്പോയി. നമ്മൾ വെറുതെ അവിടം വരെ പോയിട്ട് വന്നു. കാരണം നമ്മൾ എൻട്രി ടൈം 6 മണിക്ക് ക്ലോസ് ചെയ്യും. നമ്മളവിടെ ചെന്നത് ഒരു 5:45 ആയപ്പോഴാണ്. പിന്നെ അവർ എൻട്രി എടുക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളവിടെ വെറുതെ പോയിട്ട് അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഡാം എങ്ങനെയാണെന്ന് പുറത്തു കൂടി നമ്മളെല്ലാം നോക്കിയിട്ട് കുറച്ച് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഗൈസ് ചെയ്തത്. ഞങ്ങൾ ആഗ്രഹപ്പെട്ടു വന്നായിരുന്നു ഇവിടെ, പക്ഷെ 6 മണിയായി ഗേറ്റ് ക്ലോസ് ചെയ്തു. നീ ഏതാ മേടിച്ചേ? എന്താ മേടിച്ചേ? എന്താ മേടിച്ചേ? ഞാൻ ഓറിയോ, ക്ലാസിക് ഓറിയോ. സോ അങ്ങനെ ഞങ്ങളുടെ പാലക്കാട് ട്രിപ്പ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മളധികം എക്സ്പ്ലോറേഷൻ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ടയേർഡായി. പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് അടുത്ത ഒരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് പാലക്കാട് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.